ഹായ് ഓൾ, ഡോക്ടർ ഡാനിഷ് സലീമാണ്. നമ്മളിന്ന് സംസാരിക്കാൻ ഉദ്ദേശിക്കുന്നത് കുട്ടികളെ നമ്മൾ എങ്ങനെ എൻ്റർടൈൻ ചെയ്ത് നിർത്താം, അല്ലെങ്കിൽ എങ്ങനെ ഡിസിപ്ലിൻഡ് ആയിട്ട് നിർത്താം എന്നതിനെ കുറിച്ചാണ്. എല്ലാവരും സുഖമായിട്ടിരിക്കുമെന്ന് കരുതുന്നു. നമ്മൾ കുറച്ച് ഗെയിംസ് ഒക്കെ എടുത്തു വെച്ചിട്ടുണ്ട്. ദുവാഡ കുറച്ച് റൊട്ടീൻസൊക്കെ എക്സ്പ്ലെയിൻ ചെയ്യാം. കുറച്ച് ആൾക്കാരെ ഹെൽപ്പ് ചെയ്യുന്ന ഒരു ടോക്കാണെന്ന് കരുതുന്നു, അല്ലേ ദുവ? യെസ്. പിന്നെ ദുവയ്ക്ക് കഴിഞ്ഞ പ്രാവശ്യം ജോയിൻ ചെയ്യാൻ പറ്റിയില്ല, കാരണം ഞങ്ങളുടെ ഫാമിലി നമ്മളൊരു സംസാരിച്ച സമയത്ത് അന്ന് സ്കൂളിൽ പോയിരുന്നു, വൈകുന്നേരം വന്നത്. അപ്പോൾ ഒത്തിരി വന്നവരെല്ലാവരും ചോദിച്ചു, വീഡിയോയിൽ വന്ന ദുവ എവിടെ പോയെന്ന് എല്ലാവരും ചോദിച്ചു. അപ്പോൾ നമ്മളിന്ന് ഇതിനെക്കുറിച്ച് സംസാരിക്കും. ഇപ്പം വൈഫ് ഇവിടെ ജോയിൻ ചോദിച്ചു. അപ്പോൾ നമ്മളിന്ന് ദുവയുടെ റൊട്ടീൻസിനെ കുറിച്ച് സംസാരിക്കാം. ഇപ്പോൾ രാവിലെ ദുവ എഴുന്നേറ്റ് കഴിഞ്ഞ് കഴിഞ്ഞാൽ ഞങ്ങളൊരു നമ്മൾ രണ്ടുപേരും വർക്ക് ചെയ്യുന്നത് കൊണ്ട് നമ്മളൊരു എന്തെഴുതി കൊടുക്കും, ഒരു ഡു ലിസ്റ്റ് എഴുതി കൊടുക്കും. എന്താ ദുവാക്ക് ഇഷ്ടമുള്ള സാധനം? പേരെന്താ അതിൻ്റെ? എന്താ ഉണ്ടാക്കുന്നത് നമ്മൾ? എന്തെഴുതും? ടു ഡു ലിസ്റ്റ്. ടു ഡു ലിസ്റ്റ് എങ്ങനെയാണെന്ന് പറഞ്ഞു കൊടുത്തു, ഞാൻ കാണിച്ചു. ഇത് ആക്ച്വലി നമ്മളൊരു ചുമ്മാ ഒരു രസത്തിന് ചെയ്തതാണ്. ദുവാക്ക് അത് ഇഷ്ടപ്പെടുമോ എന്ന് വലിയ ഉറപ്പൊന്നുമില്ലായിരുന്നു, പക്ഷെ ആക്ച്വലി ആ ഷെഡ്യൂൾ അവൾക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു. അപ്പം നമ്മൾ രാവിലെ എണീറ്റ് കഴിഞ്ഞിട്ട് എന്താണ് ഒരു നോർമൽ റുട്ടീൻ, അവരെയും കൂടെ ഇൻവോൾവ് ആയിട്ട് ചെയ്യുക. അപ്പം അത് ആൻറ്റിസിപ്പേറ്റ് ചെയ്തിരിക്കുമ്പോൾ തന്നെ ഭയങ്കര ഒരു സന്തോഷമാണ്. നാളെ എനിക്ക് ഇതെല്ലാം ചെയ്യാൻ പറ്റുമല്ലോ എന്ന്, അല്ലേ? അപ്പം അതിനാണ് ഞങ്ങൾ ഈ ടു ഡു ലിസ്റ്റ് ഉണ്ടാക്കിയത്. ഇപ്പം ഇതുപോലെ നാളത്തെ ടു ഡു ലിസ്റ്റാണ്. അപ്പം രാവിലെ എണീക്കുക, ഫുഡ് കഴിക്കുക, പിന്നെ അവൾക്ക് ചീസ് ടോസ്റ്റ് വേണമെന്ന് പറഞ്ഞാൽ അപ്പോൾ അത് നമ്മൾ ഇൻക്ലൂഡ് ചെയ്യും. പിന്നെ പെയിൻറ്റിങ് ഉണ്ട്, പിന്നെ അത് കഴിഞ്ഞ് ലഞ്ച്. അപ്പോൾ ഇതിൻ്റെ കൂടെ എഴുതുന്നതൊക്കെ മിക്കവാറും ഞാനായിരിക്കും എഴുതുന്നത്, പക്ഷെ അവളുടെ കോൺട്രിബ്യൂഷനായിട്ട് അവൾ അതിൻ്റെ സൈഡിൽ ഒരു ഇമേജ് വരയ്ക്കും. ഇപ്പം നമുക്ക് എല്ലാ ഏജിലുള്ള കുട്ടികൾക്കും ഈ എഴുതുന്നത് വായിക്കാൻ പറ്റുമെന്നോ അങ്ങനെ ഒരു ഇതില്ലല്ലോ. സോ അറ്റ്ലീസ്റ്റ് ആ പിക്ചേഴ്സ് വരയ്ക്കുമ്പം വിത്ത് ദ ടൈം അവർക്കൊരു ഐഡിയ ഉണ്ടാവും. ഇപ്പം ഇതുപോലെ സ്ട്രിക്റ്റ് ആയിട്ട് ഫോളോ ചെയ്യാനൊന്നും പറ്റത്തില്ല, പക്ഷേ ആ ഡേയുടെ ഫ്ലോ ഇങ്ങനെ പോകും. അപ്പം വീട്ടിലിരിക്കുമ്പോൾ അവർക്ക് ബോറടിക്കില്ല. പിന്നെ അല്ലെങ്കിൽ ഇനി എനിക്ക് എന്ത് ചെയ്യണമെന്ന് അറിയില്ല. അതാണ് മെയിൻ കോസ് ഓഫ് ഇറിറ്റേഷൻ എല്ലാ കുട്ടികൾക്കും. ഇനി അടുത്ത് എന്ത് ചെയ്യണം, നമുക്കും അതാണ് പ്രശ്നം. നമ്മളിത് നേരത്തെ പ്ലാൻ ചെയ്ത് വെച്ചാൽ ഒരു വലിയൊരു ടാസ്ക് തീർന്നു. നാളെ അപ്പം അറ്റ്ലീസ്റ്റ് ഇപ്പം ഒരു 4 മണിയാകുമ്പോൾ വരും, ഇനി ഞാൻ എന്ത് ചെയ്യും, ഇതാണ് മെയിൻ ക്വസ്റ്റ്യൻ. അപ്പം ഇനി എന്ത് ചെയ്യും എന്നുള്ളതിൻ്റെ ആൻസർ ഇസ് ഓൾറെഡി ഹിയർ. അപ്പം നമ്മൾ പറഞ്ഞാൽ മതി, നമ്മൾ ഇന്നലെ എഗ്രി ചെയ്തതല്ലേ, നമ്മൾ ഡിസ്കസ് ചെയ്തിട്ടുണ്ടാക്കിയതല്ലേ, സോ നമ്മൾ എന്താണ് 4 o'clock ഹോംവർക്ക് ചെയ്യാമെന്ന് എഗ്രി ചെയ്തതല്ലേ, സോ യു ഹാവ് ടു ഡു ഇറ്റ്. അപ്പോൾ അങ്ങനെ വരുമ്പം ആക്ച്വലി അവളും ഹാപ്പിയാണ്, നമുക്കും കുറേ സ്ട്രെസ് ഇങ്ങനെ ഇത് ചിന്തിക്കുന്ന ആവശ്യം വരുന്നില്ല. സോ അതിനാണ് നമ്മുടെ ടു ഡു ലിസ്റ്റ്, അല്ലേ? എന്റർടൈൻഡ് ആയിട്ടിരിക്കും കുട്ടികൾ, കുറച്ചുകൂടെ എന്റർടൈൻഡ് ആയിരിക്കും, അതാണ് എൻ്റെ ഇമ്പോർട്ടൻറ്റ്. പിന്നെ ഡിസിപ്ലിൻഡ് ആയിരിക്കും. പിന്നെ അവർക്ക് ഇപ്പം ഇന്ന് രാവിലെ എഴുന്നേറ്റ് ദുവ വന്ന് സംസാരിച്ചാണ്, ഇതൊന്നും ഉണ്ടാക്കി തരുമോ എന്ന് നമ്മുടെ അടുത്ത് ഇങ്ങോട്ട് ചോദിക്കും. അപ്പോൾ അവർക്കും ഒരു ഫണ്ണാണ്. ഇപ്പോൾ ഇത് ആക്ച്വലി വീട്ടിൽ പ്രാക്ടീസ് ചെയ്യാൻ പറ്റുന്ന ഒരു കാര്യമാണ്. നിങ്ങൾക്ക് ടു ഡു ലിസ്റ്റ് ഉണ്ടാക്കി വയ്ക്കുക. അപ്പം രാവിലെ എഴുന്നേൽക്കുന്നത് തൊട്ട് വൈകുന്നേരം വരെ നമുക്ക് കുറച്ച് കാര്യങ്ങൾ എഴുതി വെച്ചാൽ കുട്ടികളും എൻഗേജ്ഡ് ആയിരിക്കും, നമുക്കും കുറച്ചുകൂടെ ഒരു സമാധാനം ഉണ്ടായിരിക്കും, നമുക്ക് കുറച്ചുകൂടെ കാര്യങ്ങളൊക്കെ ചെയ്യാം. ഇപ്പം നമ്മൾ രണ്ടുപേരും വർക്ക് ചെയ്യാൻ പോകുന്നതുകൊണ്ട് അപ്പം അവർക്കൊരു കൺഫ്യൂഷൻ ഉണ്ടാവില്ല എന്തൊക്കെ ചെയ്യണം, എത്ര മണിക്ക്. ഇപ്പോൾ ഫാമിലി ഗെയിം ഉണ്ടായിരിക്കും, വൈകുന്നേരം എപ്പോഴെങ്കിലും ഒരു ഫാമിലി ഗെയിം ഉണ്ടായിരിക്കും. ഇപ്പം ഞാനോ അല്ലെങ്കിൽ വൈഫോ ആരെങ്കിലും ഒരാൾ ജോയിൻ ചെയ്യും. അപ്പം അങ്ങനെയുള്ള കാര്യങ്ങളെല്ലാം ചെയ്തിട്ടുള്ള പ്രോഗ്രാംസ് ഒക്കെയാണ് ഉദ്ദേശിക്കുന്നത്. അപ്പോൾ എന്തൊക്കെയാണ് നമ്മൾ ഇതിനകത്ത് ചെയ്യുന്നതെന്നുള്ളത് പറഞ്ഞല്ലോ, അല്ലേ? സ്നാക്ക് നമ്മളെപ്പോഴും ഒരു മുട്ടയോ അല്ലെങ്കിൽ ഒരു നട്ട്സൊക്കെ കൊടുക്കാനായിട്ട് ശ്രമിക്കുക. കുട്ടികൾക്ക് എപ്പോഴും അത് നല്ലതാണ്, അവരുടെ പ്രതിരോധ ശക്തിക്ക് വേണ്ടി അത് വളരെ ഹെൽപ്പ് ചെയ്യും. സ്നാക്സ് ആയിട്ട് നമ്മൾ ചെയ്യുന്നതെന്ന് വെച്ചാൽ ഇതാണ് ദുവാടെ സ്നാക്ക് പ്ലേറ്റ്. കണ്ടോ, ഇതാണ് ദുവാടെ സ്നാക്ക് പ്ലേറ്റ്. അപ്പോൾ ഇത് 4 ഡിവിഷൻസ് ഉണ്ട്. അപ്പം ബേസിക്കലി നമുക്ക് വേണ്ടതെന്ന് പറഞ്ഞാൽ 4 ടൈപ്സ് ഓഫ് ഫുഡ് അവരെങ്ങനെയെങ്കിലും കഴിക്കുക. അതിപ്പം ഭയങ്കര നട്ട്സ്, ഡേറ്റ്സ്, ഫ്രൂട്ട്സ്, ഒരു ചോക്ലേറ്റ്. സോ അങ്ങനെയാണ് നമ്മുടെ മിക്കവാറുള്ള സ്നാക്സ്. സോ ദർ ഷുഡ് ബി നട്ട്സ് ഉണ്ടാവണം. നട്ട്സിൻ്റെ ഗ്രൂപ്പിൽ ഏതെങ്കിലും കാഷ്യൂനട്ട്, ആൽമണ്ട്സ്, പിസ്ത, ഇതൊക്കെ ഏതാ ഇഷ്ടം? ഏത് നട്ട്സാണ് ഇഷ്ടം? പിസ്ത നട്ട്സ് ആണ് ദുവാക്ക് ഇഷ്ടം. അപ്പോൾ അത് പിസ്ത നട്ട്സും ഇഷ്ടമാണ്. അപ്പോൾ നട്ട്സ് ഉണ്ട്. പക്ഷെ നമ്മൾ നട്ട്സ് വാങ്ങിക്കുമ്പോൾ എപ്പോഴും നോക്കേണ്ട കണ്ടന്റിനകത്ത് സോൾട്ടഡ് ആണോ അൺസോൾട്ടഡ് ആണോ എന്ന്. സോ ഓൾവേസ് മേക്ക് ഷുവർ അൺസോൾട്ടഡ് ആയിട്ടുള്ളതാണ് കുട്ടികൾക്ക് നല്ലത്. ഈ അധികം സോൾട്ട് കൊടുക്കണം. അവർക്ക് ഇഷ്ടമായിരിക്കും സോൾട്ടഡ്, പക്ഷെ ആദ്യം കുറേ സമയം നമ്മൾ ഈ അൺസോൾട്ടഡ് കൊടുത്തു കഴിയുമ്പോൾ അത് തന്നെ ഇഷ്ടപ്പെട്ടോളും. ഉപ്പ് ഉപയോഗിച്ച് തുടങ്ങിക്കഴിഞ്ഞാൽ കുട്ടികൾക്ക് പിന്നെ അത് ആ ഒരു ടേസ്റ്റ് ഇഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ പിന്നെ മാറ്റാൻ വലിയ പ്രയാസമാണ്. അപ്പോൾ ഉപ്പിടാത്തത് തന്നെ കൊടുക്കണം. കാരണം പല പ്രശ്നങ്ങളും, അമിതമായ ഉപ്പ് ഉപയോഗിച്ച് കഴിഞ്ഞാൽ ഭാവിയിൽ പല പ്രശ്നങ്ങളും ഉണ്ടാവും, ആരോഗ്യ പ്രശ്നങ്ങൾ കുട്ടികൾക്കുണ്ടാവും. അപ്പോൾ അതുകൊണ്ട് അതൊന്നും ശ്രദ്ധിക്കേണ്ടതാണ്. ഉപ്പിടാത്തത് തന്നെ കൊടുത്ത് ശീലിക്കണം.
അതുപോലെ തന്നെ ലൈക്ക് ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഈ ഡ്രൈ ഫ്രൂട്ട്സ് കൊടുക്കുന്നത്. ഡ്രൈ ഫ്രൂട്ട്സ് നമ്മുടെ വിചാരം ഡ്രൈ ഫ്രൂട്ട്സ് അല്ലേ, ഹെൽത്തി അല്ലേ, ഓക്കെ, പക്ഷേ അതിനകത്തും ഡീഹൈഡ്രേറ്റ് ചെയ്യുമ്പോൾ എമൗണ്ട് ഓഫ് ഷുഗറും സോൾട്ടും എക്സ്ട്രീംലി ഹൈ ആണ്. പിന്നെ അത് പ്രിസർവേറ്റീവ്സും ആഡ് ചെയ്യുന്നുണ്ടാവും, നമുക്കത് അറിയാൻ പറ്റില്ല. സോ ഏറ്റവും കൂടുതൽ പ്രിഫർ ചെയ്യുന്നത് ഇപ്പോൾ അവർക്ക് ചെറുതാണ് ഇഷ്ടമെങ്കിൽ ഇതുപോലെ ബ്ലൂബെറി, ചെറിയ സ്ട്രോബെറി കൊച്ചായിട്ട് കട്ട് ചെയ്തത്, പിന്നെ പൈനാപ്പിൾ ഇതുമൊക്കെ ഇഷ്ടമല്ലേ, പൈനാപ്പിൾ സ്മോൾ ആയിട്ട് കട്ട് ചെയ്തത് അല്ലേ. അതുപോലെ ഫ്രഷ് ഫ്രൂട്ട്സ് കുറച്ചും കൂടെ ഇൻവോൾവ് ചെയ്യാനായിട്ട് നോക്കുക. അപ്പം ഏതെങ്കിലും ഒരു പോർഷൻ ഓഫ് ഫ്രൂട്ട്സ് ഓരോ ദിവസം നമുക്ക് ഗ്രേപ്സ് ആണെങ്കിൽ ഗ്രേപ്സ് കൊച്ചു കുട്ടികൾക്കാണെങ്കിൽ കട്ട് ചെയ്തിട്ട് കൊടുക്കണം, ഹോളായിട്ട് കൊടുക്കരുത്. ഇപ്പൊ ഇച്ചിരി സവറാണല്ലേ, അപ്പം മധുരമുള്ള ഡേറ്റ്സ് ഇതുവാക്ക് ഇഷ്ടമുള്ളൂ. പിന്നെ എന്താണ്, അപ്പൊ ഫ്രൂട്ട്സ്, നട്ട്സ്, പിന്നെ ഏതെങ്കിലും ഒരു സ്നാക്ക് ആയിട്ട് നമ്മൾ കൊടുക്കും. ചിലപ്പം ഡേറ്റ്സും ഉണ്ട്, പിന്നെ ഉമ്മി താത്തൂന്നാ വിളിക്കുന്നത്, ഡേറ്റ്സ് ഉണ്ട്. അപ്പോൾ ദുവാക്ക് ഡേറ്റ്സ് ഇഷ്ടമാണ്. ഡേറ്റ്സ് കുട്ടികൾക്ക് നല്ലതാണ് കേട്ടോ, അയൺ കണ്ടന്റും ഉണ്ട്, പിന്നെ കോൺസ്റ്റിപ്പേഷൻ എല്ലാം ഹെൽപ്പ് ചെയ്യും, ഫൈബർ ഉള്ളതുകൊണ്ട്. ധാരാളം ഫൈബർ ഉണ്ട്. ഇപ്പോൾ ഡോക്ടർ റൈസ് ആണ് കേട്ടോ. അപ്പോൾ അതുകൊണ്ട് എന്തുകൊണ്ടാണ് മെഡിക്കൽ കാര്യം ചോദിക്കുന്നതെന്ന് പറയും ചില ആൾക്കാർ. ഓക്കെ, പിന്നെ അതുപോലെ നമ്മൾ കളിക്കുന്ന ഗെയിംസ്, യൂനോ ഗെയിംസ് അറിയാമല്ലോ അല്ലേ, നിങ്ങൾക്ക് അറിയാവുന്ന ഗെയിംസ് ആണ്. യൂനോ ഗെയിംസ് നമുക്ക് കളിക്കാം, നല്ല എന്റർടൈൻമെന്റ് ആണ്. ആക്ച്വലി ഫാമിലി ഗെയിമാണ്. ദുവാടെ ഒരു വൺ ഓഫ് ദി ഫേവറേറ്റ് ആണ്. കുറച്ചൊക്കെ കുറച്ച് ലക്കാണെങ്കിൽ പോലും കുറച്ച് നമുക്ക് ആലോചിച്ച് കളിക്കേണ്ട ഒരു ഗെയിം തന്നെയാണ്. പിന്നെ നമുക്കറിയാമല്ലോ പാമ്പ് മേണി കളികൾ, ചെസ് ഒരു നല്ല ഒരു ഗെയിമാണ്, ചെസ് കളിക്കാം. പിന്നെ എന്തൊക്കെയാ, ഇതുവിടെ ചെസ് ഭയങ്കര ഇഷ്ടമുള്ള ഒരു ഗെയിമാണ്. എപ്പോഴും അതാണ് നമ്മൾ പറയുന്നത്, ട്രൈ until you get it right. അതായത് കുട്ടികൾക്ക് നമ്മൾ എപ്പോഴും വിൻ ചെയ്യണം എന്നുള്ളൊരു, നമ്മളെപ്പോഴും തോറ്റു കൊടുക്കാറുണ്ട് കൊച്ചു കുട്ടിയല്ലെന്ന് വിചാരിച്ചു. പക്ഷേ കാരണം പല കുട്ടികളും ഞാൻ കണ്ടിട്ടുണ്ട്, ആക്ച്വലി പല കുട്ടികളും തോൽവി അക്സെപ്റ്റ് ചെയ്യാൻ പറ്റാത്ത കുട്ടികളുണ്ട്. അപ്പോൾ അതുകൊണ്ട് ചില കളികൾ തോൽക്കുക തന്നെ ചെയ്യണം. അപ്പോൾ കുട്ടികളോട് ഇത് പറഞ്ഞു കൊടുക്കുക. ഇത് നമ്മളെപ്പോഴും പറയുന്ന ഒരു കാര്യമാണ്, ട്രൈ അണ്ടിൽ യു ഗെറ്റ് ഇറ്റ് റൈറ്റ്. അപ്പോൾ അത് എപ്പോഴും കുട്ടികളോട് പറഞ്ഞു കൊടുക്കുന്നത് നല്ലൊരു കാര്യമായിട്ട് തോന്നും. ഈ ഫെയിലിയർ ഒരു എൻഡ് ആണെന്നുള്ള ഒരു വിശ്വാസം ഉണ്ടല്ലോ, നമ്മൾ ഈ കൊച്ചിലെ അത് പറഞ്ഞു കൊടുക്കില്ല, എല്ലാത്തിലും ജയിക്കണം, എല്ലാത്തിലും ഫസ്റ്റ് ആവണം, അതിലൊന്നും ഒരു കാര്യമില്ല. ആക്ച്വലി എല്ലാത്തിലും ട്രൈ ചെയ്യണം ആൻഡ് ഗിവ് യുവർ ബെസ്റ്റ്, അത്രേ ഉള്ളൂ. എന്ന് വെച്ചാൽ നിങ്ങളുടെ കോമ്പറ്റീഷൻ വേറൊരാളുമായിട്ടാവരുത്, നിങ്ങളുടെ കോമ്പറ്റീഷൻ എപ്പോഴും നിങ്ങളായിരിക്കണം. എന്ന് വെച്ചാൽ ഇന്നലെ ഞാൻ ഇത്രയായിരുന്നാൽ നാളെ ഞാൻ ഇതിനേക്കാളും എത്ര % ബെറ്റർ, അതാണ് ബെറ്റർ. അല്ലാതെ വേറൊരു കുട്ടിയേക്കാൾ ഇപ്പം നമ്മൾ ക്ലാസ്സിൽ ആ കുട്ടിയെ കണ്ടുപിടിക്കുക, അങ്ങനെ ആരെയും കണ്ടുപിടിക്കേണ്ട ആവശ്യമില്ല, നമുക്ക് നമ്മളെ തന്നെ ബെറ്റർ ആക്കുക, അതാണ്. അപ്പം നമ്മൾ ഒരാളുടെ ഏറ്റവും ഹയസ്റ്റ് പൊട്ടൻഷ്യൽ വരെ എത്താൻ പറ്റും. പിന്നെന്താ, ഇത് ഇന്നലെ എന്തോ അവള് ചെയ്തപ്പം അത് കഴിഞ്ഞിട്ട് സോറി പറയാൻ വന്നതാ. അപ്പൊ പിന്നെ സോറി ഒരു പിക്ചർ ഒക്കെ ആക്കി സോറി ഫോർ മേക്കിംഗ് എ മിസ്റ്റേക്ക് എഴുതി. ഐ ഡിഡ് എ മിസ്റ്റേക്ക് അല്ലേ. ഒരു മിസ്റ്റേക്ക് ചെയ്തപ്പോൾ ഒരു കാർഡ് കൊണ്ടുവന്നു. അപ്പോൾ മിസ്റ്റേക്ക് അങ്ങനെ സംഭവിക്കും. അപ്പോൾ നമ്മൾ പറഞ്ഞു കൊടുക്കണം, മനുഷ്യന്മാരാണ്, മിസ്റ്റേക്ക് സംഭവിക്കും, കുഴപ്പമില്ല എന്ന് തന്നെ പറയണം. അതിന് പകരം നമ്മൾ വഴക്കോ അടിയൊക്കെ കൊടുക്കുമ്പോൾ കുട്ടിക്ക് അത് പിന്നെ നമ്മളോട് പറയാതാവും, നമ്മളോട് പറയാൻ പേടിക്കും. അപ്പോൾ അതൊന്ന് ഓർത്തോണം. എപ്പോഴും നമ്മൾ കുട്ടികളോട് പറയുന്ന സമയത്ത് മിസ്റ്റേക്ക് ചെയ്യാം, അത് സ്വാഭാവികമാണ്, നമ്മൾ മനുഷ്യന്മാരാണ്, അത് സ്ഥിരമായി സംഭവിക്കാം. അപ്പോൾ അത് പറഞ്ഞു കൊടുക്കുക. അടുത്ത പ്രാവശ്യം അത് എങ്ങനെ കറക്റ്റ് ചെയ്യാം, അത് എങ്ങനെ അവോയ്ഡ് ചെയ്യാം എന്നുള്ള പറയാം. അടുത്ത പ്രാവശ്യവും ചിലപ്പോൾ സംഭവിക്കാം, അപ്പോഴും നമ്മൾ കറക്റ്റ് ചെയ്യാനായിട്ട് ശ്രമിക്കുക. അല്ലാതെ നമ്മളെപ്പോഴും അടി കൊടുക്കുകയോ ഒത്തിരി പണിഷ് ചെയ്യാതിരിക്കുന്നത് നല്ലതാണ്. കാരണം കുട്ടികളുടെ ഫ്യൂച്ചറിന് അത് വളരെ നല്ല ഹെൽപ്പ് ചെയ്യുന്ന കാര്യമാണ്. പിന്നെ കുട്ടികൾക്ക് നമുക്ക് ഇത് പറഞ്ഞു കൊടുക്കാം. ഇത് ആക്ച്വലി കുറച്ച് ദുവാക്ക് ഇഷ്ടമുള്ള ഗെയിംസ് എന്ന് വെച്ചാൽ അവളെ ലേണിംഗ് ത്രൂ പ്ലേ അങ്ങനെയുള്ള ഒരു ഇതിൽ നമ്മൾ കൊടുക്കുന്ന ഗെയിംസ് ആണ്. അപ്പം ഇതെന്ന് പറഞ്ഞാൽ ഇപ്പൊ നമ്മൾ സ്പെല്ലിംഗ് പഠിപ്പിക്കാനായിട്ട് യൂസ് ചെയ്യുന്ന ഈ കാർഡിൽ ഇപ്പൊ കുറെ പിക്ചേഴ്സ് ഉണ്ടല്ലോ. അതെ, അതിന്റെ ബാക്കിലും ഉണ്ട് ഫ്രണ്ടിലും ഉണ്ട്. അപ്പൊ നമുക്ക് ആ ബോക്സിനകത്ത് കുറെ ഇതുപോലത്തെ ഇങ്ങനെ ലെറ്റേഴ്സ് വരും. നമുക്ക് വീട്ടിൽ തന്നെ ഉണ്ടാക്കാനേ ഉള്ളൂ. ഒരു പടം വരയ്ക്കുക, അല്ലെങ്കിൽ പടം ഇന്റർനെറ്റിൽ നിന്ന് ഡൗൺലോഡ് ചെയ്യുക, കുറെ അക്ഷരങ്ങൾ കട്ട് ചെയ്ത് വെക്കുക, എന്നിട്ട് അവരുടെ അടുത്ത് അത് പ്ലേസ് ചെയ്യാൻ പറയുക. കാണിച്ചു കൊടുക്കുക. ഇതിലിപ്പം ഓരോ ഇതിന് ബാറ്റിന് പ്ലേസ് ചെയ്യാം. ഇത് 4 ലെറ്റർ വേർഡ്സും മറ്റേത് 3 ലെറ്റർ വേർഡ്സ് ആണ്. അപ്പം അങ്ങനെ കുറെ ഇങ്ങനെ സ്പെല്ലിങ്സ് വരും. ഇങ്ങനെയാണ് ദുവ ആക്ച്വലി വായിക്കാൻ പഠിച്ചത്. പിന്നെ ഉള്ള ഗെയിം എന്ന് പറഞ്ഞാൽ പിന്നെ ഈ ഷേപ്സ് വരയ്ക്കുന്നതാണ്. പ്രോഗ്രഷൻ ഷേപ്സ് പഠിപ്പിക്കാനായിട്ട് അതിങ്ങനെ ഒരു ബോർഡ് എടുത്തിട്ട് നമ്മൾ ഷേപ്പ് ഒരെണ്ണം വരച്ചു കൊടുക്കുക, എന്നിട്ട് അവർക്ക് ഇഷ്ടമുള്ള ഷേപ്സ് ട്രേസ് ചെയ്യാൻ പറയുക.
അത് തന്നെ ഇപ്പൊ നമുക്ക് ഗെയിം ഒക്കെ ആയിട്ട് കിട്ടുന്നുണ്ട്. അതിപ്പോ ഗെയിം വേണമെന്നില്ല, ഇല്ല, ഇത് നമുക്ക് ഇന്റർനെറ്റിൽ കിട്ടും. ഇതൊക്കെ എങ്ങനെ പടം വരയ്ക്കാം, കണ്ടോ പൂച്ചയെ എങ്ങനെ വരയ്ക്കാം, ഷേപ്സ് കൊണ്ട് എങ്ങനെ പൂച്ചയെ വരയ്ക്കാം. ഇപ്പൊ യൂട്യൂബിലൊക്കെ ഇഷ്ടംപോലെ വീഡിയോസ് ഉണ്ടെന്ന് വെച്ചാൽ നമ്മൾ എന്താ ഫ്രം ദി ലെറ്റർ 1 നിന്ന് ഒരു പിക്ചർ ഉണ്ടാക്കുക, ലെറ്റർ 2 എഴുതിയിട്ട് അതിൽ നിന്നൊരു പിക്ചർ ഉണ്ടാക്കുക. അപ്പൊ അതൊക്കെ ഈസിയാണ്, എന്റർടൈനിങ് ആണ്, കുറച്ച് ചാലഞ്ചിങ് ആണ്. അപ്പം അത് അവർക്ക് ഒരു എന്റർടൈൻമെന്റ്, കുറച്ച് സമയം അതിലേക്ക് ഇരിക്കും. കുറച്ചൊക്കെ ഞാൻ പഠിച്ചിട്ടുണ്ട്. സമയം കിട്ടുമ്പോൾ ഒരു ദിവസം പറഞ്ഞുതരാം. ഒരു ദിവസം ഇതുപോലെ പടം വരയ്ക്കുന്ന ടെക്നിക്ക്, അത് കുറെ സർക്കിൾസ് കൊണ്ട് പൂച്ച വരയ്ക്കുക. ഫൈനലി എന്താവും, പിന്നെ ലാസ്റ്റ് എന്ത് കിട്ടും, ലാസ്റ്റ് കളർ ചെയ്യുമ്പോൾ ഒരു പൂച്ചയായിട്ട് മാറും. പിന്നെ നമുക്ക് ഇതുപോലുള്ള ബുക്സുകൾ, ചെറിയ ചെറിയ ബുക്സ് വായിക്കുക. അതിനകത്ത് ആക്ച്വലി അധികം ഒന്നുമില്ല, കൂടുതലും പടമാണ്. കണ്ട, ചെറിയ ചെറിയ പടങ്ങളും കുറച്ച് പടവും കൂടുതൽ ഡിസ്ക്രിപ്ഷനുമാണ്. അപ്പോൾ ആ രീതിയിൽ നമുക്ക് ബുക്സ് വായിച്ചു കഴിഞ്ഞാൽ കുട്ടികൾക്ക് ആക്ച്വലി നല്ലതാണ്. പെട്ടെന്ന് തലയിൽ കയറും. പിന്നെ അധികം കണ്ടന്റ് പാടില്ല. ഇപ്പോൾ ബാലരമയും പൂമ്പാറ്റയൊക്കെ ഒത്തിരി കണ്ടന്റ് ഉണ്ട്. അപ്പോൾ അതല്ലാതെ കുറച്ചാണെങ്കിൽ കൊച്ചു കുട്ടികൾക്ക് പഠിപ്പിക്കാതെ നല്ലതാണ്. പിന്നെ ബാക്കി കുറച്ചുകൂടെ മുതിർന്നതിനനുസരിച്ച് നിങ്ങൾക്ക് ബുക്കുകൾ വായിക്കാം. സ്റ്റാർട്ട് ചെയ്യുമ്പം കുറെ 3 ലെറ്റർ വേർഡ്സിന്റെ ബുക്ക് ഉണ്ട്. എന്ന് വെച്ചാൽ 3 ലെറ്റേഴ്സ് കൊണ്ട് തന്നെയാണ് എന്താ പാറ്റ്, ഹാറ്റ്, എന്താ ഒരു ഡോഗ് ഹാഡ് എ ഹാറ്റ്, അങ്ങനെ 3 ലെറ്റേഴ്സ് കൊണ്ട് മാത്രമുള്ള ബുക്സ് ഉണ്ട്. അപ്പം അത് ഭയങ്കര ഇഷ്ടം പോലെ കിട്ടാനുണ്ട്. ഇപ്പം നിങ്ങൾക്ക് ഒന്നുമില്ലെങ്കിൽ നെറ്റിൽ നോക്കി ജസ്റ്റ് പ്രിന്റ് ഔട്ട് എടുത്താലും മതി. അത് വെച്ച് സ്റ്റാർട്ട് ചെയ്യുക. അത് കഴിയുമ്പോൾ ദൂരപ്പൽ ഇങ്ങനെ വായിക്കാൻ പറ്റും അല്ലേ. എല്ലാ ദിവസവും ഞങ്ങളുടെ ടു ഡു ലിസ്റ്റിലുണ്ട് ഒരു കുറച്ച് സമയം, ഈവൻ 10 മിനിറ്റ്സ് ആയാലും കുഴപ്പമില്ല, കുറച്ച് സമയം ഒന്ന് കൂടെ വായിക്കാനിരിക്കുക. അപ്പം ചെറുതിലേ നമുക്ക് ഈ ഏജിലാകുമ്പം ഇപ്പം ട്രൈ ചെയ്താൽ ഏത് ലാംഗ്വേജും പഠിക്കാൻ പറ്റുന്ന ഒരു ഏജ് ആണത്. പിന്നെ വേറെന്താ ഉള്ളത്, പിന്നെ ഇതുപോലുള്ള ഗെയിംസ്. പിന്നെ നമ്മൾ വീട്ടിൻ്റെ അകത്ത് ആക്ച്വലി റൂമിൻ്റെ അകത്തുള്ള സർക്കിൾസ് കണ്ടുപിടിക്കാനായിട്ട് പറയും. ഇപ്പോൾ ഈ റൂമിൽ ഏതൊക്കെ എത്ര സർക്കിളുണ്ട്, സർക്കിളുള്ള 10 ഒബ്ജക്റ്റിന്റെ പേര് പറയാൻ പറയും. അല്ലെങ്കിൽ ട്രയാങ്കിൾ ആയിട്ടുള്ള 10 ഒബ്ജക്റ്റിന്റെ പേര് പറയാൻ പറയും. സ്ക്വയർ ആയിട്ടുള്ള 10 ഒബ്ജക്റ്റിന്റെ പേര് പറയാൻ പറയും. പിന്നെ ഫ്രൂട്ട്സിന്റെ ഗെയിംസ് ഉണ്ട്, കളർ ഗെയിംസ് ഉണ്ട്, കാറ്റഗറി ഗെയിംസ് ഉണ്ട്. കാറ്റഗറി ഗെയിംസ് എങ്ങനെ കളിക്കുന്നത്? You have to pick a fruit. You mustn't copy it. ഓക്കെ, അതായത് ഇപ്പോൾ ഒരു ഫ്രൂട്ട്സിൻ്റെ പേര് പറയുകയാണ്. ഇപ്പം ഞാൻ പറയുന്നു ആപ്പിൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ദുവ എന്ന് പറയും, അടുത്ത ഫ്രൂട്ടിൻ്റെ പേര് പറയും പൈനാപ്പിൾ എന്ന് പറയും. പക്ഷേ ഞാൻ പറഞ്ഞ ആപ്പിൾ റിപ്പീറ്റ് ചെയ്യാൻ പാടില്ല, ഫ്രൂട്ട് തന്നെ ആയിരിക്കണം. അങ്ങനെ ഫാസ്റ്റ് ആയിട്ട് അത് നമുക്ക് കൺട്രിയുടെ പേര് കളിക്കാം, വെജിറ്റബിൾസ് കളിക്കാം, ഫ്രൂട്ട്സ് കളിക്കാം, അങ്ങനെ എന്ത് വേണമെങ്കിലും അങ്ങനെ കളിക്കാം. അപ്പോൾ ഇതൊക്കെ ഒരു ഗെയിംസ് ആയിട്ട് എടുത്താൽ എൻ്റർടൈൻഡ് ആയിട്ട് നമുക്ക് കുട്ടികളെ പഠിക്കാൻ ഡിസിപ്ലിൻഡ് ആയിരിക്കും. അതാണ് ഏറ്റവും കൂടുതൽ ഡിസിപ്ലിൻഡ് ആയിരിക്കാൻ വേണ്ടി ഹെൽപ്പ് ചെയ്യും. അപ്പോൾ അതൊക്കെ നമുക്ക് ശ്രദ്ധിക്കാൻ പറ്റുന്ന കാര്യങ്ങളാണ്. ഓക്കെ, അപ്പോൾ നമുക്ക് തൽക്കാലം വൈൻഡ് ചെയ്യാം. ജസ്റ്റ് ഒന്ന് ദുവ കുറേ നാളായി ലൈവിലൊക്കെ വന്നിട്ട്. ദുവക്ക് ആക്ച്വലി ജലദോഷമൊക്കെ ആയിരുന്നു, ഇപ്പോൾ കുറച്ച് ബെറ്ററായി വരുന്നു അല്ലേ. അപ്പോൾ കുട്ടികൾക്കെല്ലാം അസുഖമാണ്. നമുക്ക് അതിനെക്കുറിച്ചൊരു വീഡിയോ ചെയ്യാം. ഞാൻ ഇന്ന് അതിനെക്കുറിച്ച് ചെയ്യണമെന്ന് വിചാരിച്ചിരുന്നത്. അപ്പോൾ പിന്നെ ഞങ്ങളിന്ന് പുറത്തോട്ട് ഇറങ്ങുവാണ്. ആക്ച്വലി ഒരു ഫംഗ്ഷൻ ഉണ്ട്, അപ്പോൾ അതുകൊണ്ടാണ് ഞങ്ങൾ റെഡി ആയിട്ടിരിക്കുകയാണ്. ഞാൻ ഇപ്പോൾ ഇറങ്ങും അതിന് വേണ്ടി. അപ്പോൾ ടേക്ക് കെയർ, ഹാവ് എ പ്ലസന്റ് വീക്കെൻഡ് അല്ലേ. Bye bye. ബൈ ബൈ. Wait for me.